നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഞാൻ ഇന്നലെ രാത്രിയെ കണ്ണൂരിൽ നിന്ന് വന്നുള്ളൂ. കൊട്ടിയൂർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഈ വർഷം ഭഗവാൻ സാധിച്ചു തന്നു. അപ്പോൾ കൊട്ടിയൂർ മാത്രമല്ല, ഞങ്ങൾ വേറെ കുറേ ക്ഷേത്രങ്ങളിലോട്ടും പോയി. ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനമ്മ, ഞാൻ, എൻ്റെ 3 അമ്മാവന്മാരും അമ്മായിമാരും, ഒരു വല്യമ്മ, പിന്നെ എറണാകുളം ശിവക്ഷേത്രത്തിൽ നിന്ന് ഉള്ളൊരു കീശാന്തി, ഊരകം ക്ഷേത്രത്തിലത്തെ മേൽശാന്തി, 12 പേരാണ് ഇവിടെ നിന്ന് വന്ദേ ഭാരത്തിൽ കണ്ണൂരിലോട്ട് പോയത്. കണ്ണൂർ ഞങ്ങളൊരു 12 മണിയായപ്പോൾ എത്തി. ഹോട്ടലിൽ പോയി ബാഗൊക്കെ വെച്ച് കുളിച്ച് വൃത്തിയായി ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ആദ്യം ഞങ്ങൾ പോയത് മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രത്തിലോട്ടാണ്. പുരളിമല മുത്തപ്പ ക്ഷേത്രം, അങ്ങോട്ടാണ് അടുത്തത് പോയത്. രാത്രി 8 മണിയായപ്പോഴേ ഞങ്ങൾ കൊട്ടിയൂർ എത്തിയുള്ളൂ. കൊട്ടിയൂരിലൊക്കെ ദർശനം നടത്തി റൂമിലോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരു 1 മണിയൊക്കെ ആയി. അടുത്ത ദിവസം പുലർച്ചെ ഞങ്ങൾ പെരളശ്ശേരിയിലോട്ട് പോയി. പെരളശ്ശേരിയിൽ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഊർ പഴശ്ശിക്കാവ് ക്ഷേത്രത്തിലോട്ട്. പിന്നെ തൃച്ചംബരം, മാടായിക്കാവ്. ലഞ്ച് സമയത്താണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെത്തിയത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഐറ്റിനറി. അതാണ് ഈ വീഡിയോയിൽ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ കാണിക്കാൻ പോണത്. പോരുന്നോ എൻ്റെ കൂടെ കണ്ണൂരിലോട്ട്? എറണാകുളത്ത് നിന്ന് വന്ദേ ഭാരത്തിൽ കയറിയത് ഞാൻ, അമ്മാവൻ, അമ്മായി, പിന്നെ എറണാകുളം ശിവക്ഷേത്രത്തിലത്തെ കീശാന്തിയായ ശ്രീപതി. നമ്മളെവിടെ പോണു? കൊട്ടിയൂർ. കൊട്ടിയൂർ നല്ല ഭാര്യ. ചായ ഒക്കെ ഉണ്ടാക്കണു ഭർത്താവിന് ട്രെയിനിൽ. അല്ല മാമക്ക് ചായ. മാമ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യ തയ്യാറാക്കിയ ചായ കുടിക്കുവോ? തൃശ്ശൂർ. അതാ ഗ്രൂപ്പ് പട പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നും 8 പേര് കയറി. 3 അമ്മാവന്മാര്, അമ്മായിമാര്, അച്ഛനമ്മ, വല്യമ്മ, പിന്നെ ഊരകത്തമ്മ തിരുവടിയുടെ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി. ഇത് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയും. അവര് ബാക്കി വന്ന കാപ്പിപ്പൊടി വീട്ടിലോട്ട് പാർസലാക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങള് 12 മണി ആവുമ്പോഴേക്കും കണ്ണൂർ എത്താറായി. ബാഗൊക്കെ റൂമിൽ വെച്ച് ആഹാരം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് കുളിച്ച് വൃത്തിയായി ഞങ്ങൾ പുറപ്പെട്ടു. ഇതാണ് ഡ്രൈവർ കണ്ണൻ, ഞങ്ങളുടെ സാരഥി. ആദ്യം പോയത് മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. മൃദംഗ രൂപത്തിൽ മഹാദേവി സ്വയംഭുവായി ഉയർന്നു വന്നു. ആ ചൈതന്യത്തിനെ പരശുരാമൻ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചതായാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇപ്പോഴും അമ്പലത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു നടയുണ്ട്. ആ നടേൻ്റെ അകത്ത് ഭഗവതിയുടെ സ്വയംഭൂ രൂപം ഉണ്ടെന്നാണ് പറയണേ. മുഴങ്ങിയത്രേ മൃദംഗം. അത് കാരണം ഇത് മുഴങ്ങിയ കുന്ന് എന്നായിരുന്നു പണ്ടത്തെ പേര്.
അത് ഇപ്പൊ ലോപിച്ച് മുഴാക്കുന്ന് എന്നായി. കൊട്ടിയൂരിലോട്ട് പോണ വഴിക്ക് കണ്ണൻ ഞങ്ങളെ വേറൊരു അമ്പലത്തിൽ കൊണ്ടുപോയി. ശ്രീ പുരളിമല മുത്തപ്പൻ മടപ്പുര. ഞങ്ങളുടെ ഭാഗ്യം നോക്കൂ, ഞങ്ങൾ പോകുമ്പോൾ മുത്തപ്പൻ പുറത്തിറങ്ങാറായി എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പറശ്ശിനിക്കടവിൽ പോയി മുത്തപ്പനെ തൊഴുതിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ മുത്തപ്പനായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ കർത്താക്കന്മാർ കൽപ്പിക്കുന്ന ശിവാംശം ശിവകടം ശിവബോധമായിട്ട് സർവശക്തനായിട്ടുള്ള കടപരയോടുകൂടി ബന്ധം ചെയ്യുന്ന പാട്ട് ഇതൊരു ലക്ഷണം. അതുകൊണ്ട് കണ്ടുപ്പനാർ പാട്ടിക്കുറ്റി മുതലേ പുറപ്പെട്ടോളെ പാട്ടിക്കുമ്പേതുമായിട്ട് കൽപ്പിക്കുന്ന വിശ്വജീവിതത്തോടു കൂടി നിലനിൽക്കുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടി കൽപ്പിച്ച് പെണ്ണുങ്ങളെ ഭർത്താക്കന്മാർ ഇല്ല സുഖമാണ് കൽപ്പിക്കുന്ന നിർബന്ധത്തോട് പെണ്ണുങ്ങളെ മുത്തപ്പൻ കൈവിട്ടില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് നാട്ടിക്കല്ല് കല്ല കാണില്ലയാ ഉള്ള കാട്ടണം അന്ത അറ്റമാക്കം കാണുന്നത് അങ്ങ. നെക്സ്റ്റ് സ്റ്റോപ്പ് കൊട്ടിയൂർ. കുറച്ച് പഴവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അരമണിക്കൂർ പോകുമ്പോഴേക്കും ഞങ്ങൾ കൊട്ടിയൂരെത്തി. അവിടെ എത്തിയെന്ന് അറിഞ്ഞത് ദാ ഈ ഓടപ്പൂവിൻ്റെ കടകൾ കണ്ടപ്പോഴാണ്. ഇക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ് 2 ക്ഷേത്രങ്ങളാണ്. അക്കരെ കൊട്ടിയൂർ തുറന്നുള്ളപ്പോൾ ഇക്കരെ കൊട്ടിയൂർ അടച്ചിടും. നമ്മളിപ്പോൾ പോണത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലോട്ടാണ്. ഇത് വർഷത്തിൽ കുറച്ച് ദിവസം മാത്രമേ തുറക്കുള്ളൂ. ആൻഡ് അതിൽ കുറച്ച് ദിവസം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. 2025 ജൂൺ 9 ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ജൂൺ 10 വൈകുന്നേരമാണ് പോയത്. രണ്ട് പുഴ കടന്നിട്ടാണ് നമ്മൾ യാഗഭൂമിയിലോട്ട് പോണത്. ഐതിഹ്യപ്രകാരം ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. പരമേശ്വര ഭഗവാനെയും സതിദേവീനെയും മാത്രം ഈ യാഗത്തിന് ക്ഷണിച്ചില്ല. പക്ഷെ അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കാളിയാകാൻ വേണ്ടി സതിദേവി അവിടെ വന്നു. സ്വന്തം ഭർത്താവിനെ അച്ഛൻ ആക്ഷേപിച്ചപ്പോൾ സ്വയം പൂർണാഹുതി ചെയ്തു. അപ്പോൾ ഭഗവാൻ അവിടെ താണ്ഡവ നൃത്തമാടി ജട തറയിലടിച്ച് കാലഭൈരവനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ച് യാഗഭൂമിനെ ഇല്ലാണ്ടാക്കി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഓ ശിവഭഗവാന് ഇത്രയും സങ്കടം തന്ന ഒരു സ്ഥലത്തിലോട്ടാണല്ലോ നിങ്ങൾ പോണത്. അല്ല, ഭഗവാന് ആ സങ്കടം അറിയണ കാരണം ഭഗവാൻ നമുക്ക് ആ സങ്കടം വരാണ്ടിരിക്കാൻ വേണ്ടി അനുഗ്രഹിക്കും. അമ്മ വെള്ളം കണ്ടിട്ട് ചാടാതെ പ്ലീസ്. ഈ മിനി വാട്ടർഫാളിൻ്റെ അവിടെയാണ് ഭക്തരെല്ലാവരും മുങ്ങിക്കുളിക്കണ സ്ഥലം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആക്കോടി പ്രസാദ് നമ്പൂതിരി മാത്രമേ മുങ്ങിക്കുളിച്ചുള്ളൂ.
ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുളിക്കണമെന്ന്. പക്ഷേ ലാസ്റ്റായപ്പോൾ വെറുതെ കയ്യും കാലും മുഖവും മാത്രമേ കഴുകിയുള്ളൂ. എല്ലാ കല്ലും അങ്ങനെയാണ് ഇവിടെ. ഇത് കല്ല് ഉറക്കി കഴിഞ്ഞാൽ ചന്ദനം പോലെ വരും. അവിടെ ഉണ്ട് ഈ കല്ല് ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചന്ദനം പോലെ കണ്ണൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കല്ലിൻ്റെ മീതെ വേറൊരു കല്ലുണ്ട്. ആ കല്ല് ഉരച്ചു കഴിഞ്ഞാൽ നമുക്ക് ചന്ദനം മാതിരി കിട്ടുന്ന. താങ്ക് യു. ഈ പുഴ കൂടി കടന്നാൽ നമ്മൾ അക്കരെ കൊട്ടിയൂരപ്പൻ്റെ അടുത്തെത്തും. ഇപ്പം കാണാൻ തന്നെ ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ പണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. പുഴ കടന്നു പോകണം, കാട് കടന്നു വേണം അക്കരെ എത്താൻ. എന്തൊരു ഭംഗിയായിരുന്നു എനിക്കല്ലേ. ആ ചെറിയൊരു കുട കാണുന്നുണ്ടോ? അവിടെയാണ് കൊട്ടിയൂരപ്പൻ്റെ സ്വയംഭൂ ലിംഗം ഇരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഭഗവാന്റെ തിടമ്പും കാണാൻ പറ്റും. ലെഫ്റ്റിലുള്ളതാണ് ദക്ഷൻ്റെ തല വെട്ടിയ വാളിരിക്കണ അറ, വാളറ. ഇതാണ് അമ്മ മാറാക്കൽ തറ. ഇവിടെയാണ് സതിദേവി പൂർണ്ണാഹൂതി ചെയ്തതെന്ന് പറയണത്. പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഇതാണ് ഭഗവാന്റെ തിടപ്പള്ളി. ഇതിൻ്റെ മുന്നിലായിട്ടാണ് ഭഗവാന്റെ സ്വയംഭൂ ലിംഗം. രണ്ടും മൂന്നും നാലും പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. തീർത്ഥം കിട്ടി, പ്രസാദവും കിട്ടി. തിരിച്ചു വന്നപ്പോൾ സമയം 10:45. അക്കരെ കൊട്ടിയൂരപ്പൻ്റെ അടഞ്ഞ വാതിലിൻ്റെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ മടങ്ങിയത്. ഓടപ്പൂ വാങ്ങിക്കാൻ മറന്നില്ല കേട്ടോ. സുപ്രഭാതം. അടുത്ത ദിവസം കാലത്ത് ഞങ്ങൾ അടുത്ത തീർത്ഥാടനത്തിനായി ഇറങ്ങി. പാണ്ഡം നായുടെ പല്ലിലെ ചൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. ഇതെൻ്റെ അമ്മാവൻ അനന്തകൃഷ്ണൻ. ഞങ്ങളുടെ എല്ലാം പേടി സ്വപ്നമായിരുന്നു. ശ്രീ പെരളശ്ശേരി അമ്പലത്തിൽ ഞങ്ങളെത്തി. യുനെസ്കോ പുരസ്കാരം നേടിയ കുളമാണ് കേട്ടോ ഈ അമ്പലത്തിന് മുമ്പിലുള്ളത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറേ റീൽസൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. ഇവിടുത്തെ മീനുകളുണ്ടല്ലോ, നമ്മുടെ കാലൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ, ഫിഷ് പിടിക്കുകയോ ചെയ്ത് തരും. പിന്നെ ഈ പെരളശ്ശേരി ക്ഷേത്രത്തിൽ ഉള്ള മുരുകൻ്റെ പ്രതിഷ്ഠ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലുള്ള മാതിരി തന്നെ നാഗപ്രീതിക്ക് ഉത്തമമാണ്. ഈ പെരളശ്ശേരി ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അത്രയും കാര്യങ്ങളാണ് എനിക്ക് അവിടെ ഉള്ള ദിലീപ് പറഞ്ഞു തന്നത്. എല്ലാ ദിവസവും സർപ്പബലി ഉള്ളൊരു ക്ഷേത്രമാണിത്. പണ്ടൊക്കെ റിയൽ ആയിട്ടുള്ള സ്നേക്കിനെയാണ് ഇവിടെ സമർപ്പിക്കാറെന്ന്.
അപ്പോൾ ഒരു കോഴീനെയും കൂടി സമർപ്പിക്കുമായിരുന്നു. പിന്നെ ഈ വിഷമുള്ള പാമ്പിനൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ ഒബ്വിയസ്ലി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് സർപ്പത്തിൻ്റെ രൂപമാക്കി. പിന്നെ അപ്പോൾ കോഴിയുടെ ആവശ്യമില്ലല്ലോ, അത് കാരണം കൊണ്ട് കോഴിമുട്ട സമർപ്പണവും തുടങ്ങി. നാനാജാതി മതക്കാർ സർപ്പദോഷ പരിഹാരത്തിനായി ഇവിടെ വന്ന് കോഴിമുട്ട സമർപ്പിക്കാറുണ്ട്. അതിശയം എന്താണെന്ന് വെച്ചാൽ രാത്രി ഇവർ കുറച്ച് മുട്ട ഇവിടെ വെക്കാറുണ്ടെന്ന് ഈ കൂട്ടിൻ്റെ അകത്ത്. കാലത്താവുമ്പോഴേക്കും ഒന്നും മിച്ചുണ്ടാവാറില്ല എന്ന്. ഇത് ഇവിടുത്തെ കടാവളക്കാണ് കേട്ടോ. പെരളശ്ശേരി പെരുമാൾ ഞങ്ങൾക്ക് പ്രാതൽ തന്നിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. അടുത്തത് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഡ്രൈവർ കണ്ണൻ്റെ നാട്ടിലുള്ള ശ്രീ ഊർ പയച്ചിക്കാവ് ക്ഷേത്രത്തിലോട്ടാണ്. ഈ അമ്പലത്തിൽ അതെ കുറേ പ്രത്യേകതകളുണ്ട്. 3 നടകളാണ് പരമേശ്വരൻ, വീരഭദ്രൻ, ശ്രീ പാർവതിയുടെ ഉള്ളത്. ഇവിടെ ഉണ്ടായിരുന്നു ഒരു സർപ്പക്കാവ്, പിന്നെ ഒരു വലിയൊരു കിണറും. പുറത്ത് നമ്മൾ പെരളശ്ശേരിയിൽ കണ്ട മാതിരി തന്നെ ഒരു കുളം. പക്ഷെ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ നീല കളറായിരുന്നു, ഉജാല മുക്കിയതുപോലെ. പിന്നെ ഞങ്ങൾ പോയത് തൃച്ചംബരത്തിലോട്ടാണ്. ആദ്യം ഞങ്ങൾ പോയത് തൃച്ചംബരത്തിൻ്റെ അടുത്തുള്ള ശിവൻ്റെ ക്ഷേത്രത്തിലോട്ടായിരുന്നു. തൃച്ചംബരത്തിൽ കൃഷ്ണനെ കാണാൻ എത്തുമ്പോഴേക്കും ശീവേലി ആയ കാരണം ഞങ്ങളെ അകത്തോട്ട് കയറ്റിയില്ല, പുറത്തുനിന്ന് തൊഴുതു. അടുത്തത് ഞങ്ങൾ പോയത് മാടായിക്കാവിലോട്ടാണ്. ഭദ്രകാളിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഉപദേവതകളായിട്ട് ഗണപതി, ശിവൻ, സപ്തമാതൃക്കൾ, ക്ഷേത്രപാലനും ശാസ്താവിൻ്റെ നടകൾ കൂടി ഇവിടെയുണ്ട്. ശാക്ത കൗലമാർഗത്തിൻ്റെ പൂജാവിധിയാണ് ഇവിടെ. ഞങ്ങളുടെ ഈ ഷോർട്ട് ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഒരു 12:45 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ലഞ്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ. 2 നടയാണ് ഇവിടെ ഉള്ളത്, ശ്രീകൃഷ്ണൻ്റെ നടയും അന്നപൂർണേശ്വരിയുടെ നടയും. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അമ്മ കനിഞ്ഞ് ഞങ്ങൾക്ക് സുഭിക്ഷമായിട്ടുള്ള ആഹാരം തന്നിട്ടാണ് ഞങ്ങൾ വിട്ടത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ ഹോട്ടൽ മുറി പോയി ഞങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്ദേ ഭാരത് പിടിക്കാനായി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടി. ഇതായിരുന്നു ഞങ്ങളുടെ കണ്ണൂർ യാത്ര. ട്രെയിനിലുള്ള ടീയും സ്നാക്സൊക്കെ കഴിച്ച് കണക്കൊക്കെ എടുത്ത് പൈസ സെറ്റിൽമെൻ്റൊക്കെ നടത്തി അവരവരുടെ വീട്ടിലോട്ട് തിരിച്ചെത്തി. കൊട്ടിയൂരപ്പനെ മാത്രമല്ല വേറെ കുറേ ക്ഷേത്രങ്ങളിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം ഭഗവാൻ നൽകി. വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. And I'm so glad that you also participated in this yatra with us, even though it was online. I hope that this video inspired you to have a yatra like this. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. എറണാകുളത്തപ്പാ ശരണം, കൊട്ടിയൂരപ്പാ ശരണം.